സമവാക്യങ്ങൾ പൊളിയുന്നു എന്നാണ് ചോദ്യം. സമവാക്യങ്ങളിൽ മാറ്റം വന്നു തുടങ്ങുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വളരെ സങ്കീർണവും കൗതുകകരവുമാണ് ഇപ്പോൾ സമസ്തയിലും അത് ഈ വിഭാഗത്തിലും AP വിഭാഗത്തിലും നടക്കുന്ന ഈ മാറ്റങ്ങൾ എന്നുള്ളത്. വളരെ സങ്കീർണമായ മാറ്റങ്ങളാണ്. കൗതുകപൂർവ്വം അത് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തന്നെ ഉണ്ടായിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താ? മലപ്പുറത്ത് കുഴിവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് കാന്തപുരത്തിൻ്റെ ഈ വിവാദ പ്രസ്താവന വരുന്നത്. മെക്സവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ ശരീരം തുറന്നുകൊണ്ട് ചില വ്യായാമ മുറകളിൽ ഏർപ്പെടുന്നു. പുരുഷനും സ്ത്രീയും ഇടകലർന്നുള്ള വ്യായാമ മുറകൾ ഹറാമാണ്. ഇത് ആ നിലപാടെടുത്തിരിക്കുന്നത് ആദ്യം ഈ കാന്തപുരത്തിൻ്റെ AP വിഭാഗത്തിൻ്റെ സമസ്തയുടെ മുഷാവറയാണ്. ആ മുഷാവറയെടുത്ത തീരുമാനമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. തീർച്ചയായിട്ടും മുഷാവറ പോലെ ഒരു വിഭാഗത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ പണ്ഡിത സഭയെടുക്കുന്നൊരു കാര്യം വിശ്വാസികളോട് വിശദീകരിക്കാനുള്ള എല്ലാ അവകാശവും കാന്തപുരത്തിനുണ്ട്. വിശ്വാസ സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത്. ആ വിശ്വാസ സമൂഹം അത് കേൾക്കുകയും ചെയ്യും. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഒരു പൊതുസമൂഹത്തിൽ അങ്ങനെയൊരു വാചകം വരുമ്പോൾ അതിനോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം പൊതുവേദിയിൽ, പൊതുവിടങ്ങളിൽ മെക്സവൻ പോലെയുള്ള വ്യായാമ മുറകൾ അഭ്യസിക്കുന്ന ഒരു വിഷയത്തെ ലിംഗനീതിയുടെ അടിസ്ഥാനത്തിൽ കാണുമ്പോൾ കാന്തപുരത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ല. എന്നാൽ അതേസമയം നേരത്തെ CPM മെക്സവനെതിരെ രംഗത്ത് വന്നിരുന്നു. നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ പിന്നീട് ഇതിൽ നിന്ന് മലക്കം പറയേണ്ട സാഹചര്യമുണ്ടായി. ആ പറഞ്ഞത് അബദ്ധമാണെന്ന് മനസ്സിലായി. അതിൽ തീവ്ര ഗ്രൂപ്പുകൾ, വർഗീയ ഗ്രൂപ്പുകൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് CPM-ൻ്റെ ആരോപണം. പക്ഷേ മെക്സവനെ ഒരു ലിംഗനീതിയുടെ പെർസ്പെക്റ്റീവിൽ, ലിംഗസമത്വത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ CPM-നെ പിന്തുണച്ച മതിയാവൂ. CPM-എന്നല്ല, സമുദായത്തിന് പുറത്തോ അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ നിൽക്കുന്ന പുരോഗമന ആശയങ്ങളുള്ള എല്ലാവർക്കും പിന്തുണച്ച മതിയാവൂ. നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ട്, നമ്മൾ ജീവിക്കുന്ന കാലം, അതിൻ്റെ പ്രത്യേകത എന്താ? സുനിത വില്യംസ് കഴിഞ്ഞ 920 ദിവസമായിട്ട് ശൂന്യാകാശത്താണ്. അവർ സ്പേസ് വാക്ക് നടത്തിയത് ബുച്ച് വിൽമോർ എന്ന് പറയുന്ന സ്വന്തം സഹപ്രവർത്തകരുമായിട്ടാണ്. അവിടെ ആരെങ്കിലും ലിംഗനീതിയെയും ലിംഗസമത്വത്തെയും കുറിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ വില പോകുമോ? ആ കാലം മാറിയില്ലേ? അപ്പോൾ സുനിത വില്യംസിന് ശൂന്യാകാശത്ത് പോലും അങ്ങ് സ്പേസ് വാക്ക് നടത്താൻ ബുച്ച് വിൽമറിനെ കൂട്ടുപിടിക്കുന്നൊരു കാലത്തിരുന്നു കൊണ്ടാണ് നമ്മൾ മെക്സവൻ പോലെയുള്ളൊരു വ്യായാമ മുറയിൽ സ്ത്രീയും പുരുഷനും ഇടകലരുന്നത് ഹറാമാണ് എന്ന് ഒരു വിശ്വാസ സമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടൊരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നത്. നമ്മളടക്കമുള്ള ചാനലുകൾ ആ പ്രഭാഷണം പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു പണ്ഡിത സഭയിൽ പുറത്താരും കേൾക്കാതെ പറഞ്ഞ വാചകമല്ല. അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്ത വാചകമാണ്. അപ്പോൾ അതിനോട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM-ന് പ്രതികരണം ഉണ്ടാവും. ഇപ്പോൾ തിരുകേശം വിഷയത്തിൽ ബോഡി വേസ്റ്റ് ആണെന്ന് പിണറായി വിജയൻ പറഞ്ഞതിനെ അന്ന് എല്ലാവരും, എനിക്ക് തോന്നുന്നു ആ പുരോഗമനാശയമുള്ള 100-ൽ 99% ആളുകളും പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ സമുദായത്തിലെ വളരെ പിന്നാക്കം നിൽക്കുന്നൊരു വിഭാഗം, അന്ന് സമസ്തയടക്കം EK വിഭാഗമടക്കം തിരുകേശത്തിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോഴും ആണ് ഞാൻ പറഞ്ഞത്, കൗതുകകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇതാദ്യമായിട്ടല്ലല്ലോ കാന്തപുരം ലിംഗസമത്വത്തെ എതിർത്തുകൊണ്ടുള്ള നിലപാടുകൾ അറിയിക്കുന്നത്. പെൺകുട്ടികൾ 16 വയസ്സിൽ താഴെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത് ഇതേ കാന്തപുരമായിരുന്നില്ലേ? അത് വലിയ വിവാദമായിരുന്നില്ലേ? പെൺകുട്ടികൾ പൊതു ഇടങ്ങളിൽ പോയി പണിയെടുത്താൽ വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞതും ഇതേ കാന്തപുരമായിരുന്നില്ലേ? അപ്പോഴും ചർച്ചയും പ്രശ്നങ്ങളും നമ്മളുണ്ടാക്കി. അപ്പോൾ കാന്തപുരത്തെക്കുറിച്ച് പറയുമ്പോൾ കാന്തപുരം അതിനെ നരേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ലിംഗസമത്വമല്ല വേണ്ടത്, ലിംഗനീതിയാണ് എന്നാണ് തുടർച്ചയായിട്ട് പറയുന്നത്. അങ്ങനെയാണ് ഇന്നലെയും കാന്തപുരത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ AP വിഭാഗത്തിലെ ചില നേതാക്കൾ പറഞ്ഞത് അങ്ങനെയാണ്. ഞങ്ങൾ ലിംഗനീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ലിംഗസമത്വമില്ലാതെ ലിംഗനീതി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഈ സമത്വം എന്ന് പറയുന്നത് 1=1 എന്ന അർത്ഥത്തിലല്ല. അത് പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒന്നാണ്. പലരും ആദ്യമേ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: പുരുഷന് തെങ്ങ് കയറാൻ പറ്റുന്ന പോലെ സ്ത്രീക്ക് തെങ്ങ് കയറാൻ പറ്റൂ എന്ന ബാലിശമായ ചോദ്യമാണ് ഈ ലോജിക്കിന് പിന്നിലുള്ളത്. ഇനി സ്ത്രീകൾ തെങ്ങ് കയറാറുമുണ്ട്. അതല്ലല്ലോ യഥാർത്ഥത്തിൽ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവകാശത്തിൻ്റെ പെർസ്പെക്റ്റീവിലാണ് എന്നുള്ളതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സമുദായങ്ങൾ നിൽക്കുന്നത് അവകാശങ്ങൾക്ക് മുൻപുള്ള ചരിത്രത്തിലും അവകാശങ്ങൾ വന്നതിന് ശേഷമുള്ള ചരിത്രത്തിൽ ഈ സമുദായങ്ങൾ വലിയ പ്രസക്തിയില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ്. വ്യക്തികൾ വരുന്നു, അവകാശങ്ങൾ വരുന്നു. ആ വ്യക്തിയുടെയും അവകാശങ്ങളുടെയും ഒക്കെ പുതിയ കാലഘട്ടത്തിൽ സമുദായങ്ങളെ സംബന്ധിച്ച് വലിയ ആശയപരമായ സംഘർഷമുണ്ടാവും. ആ ആശയ സംഘർഷത്തിൽ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ വിശദീകരിച്ചുകൊണ്ട് MA ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, പുരോഗമനവാദികളായിട്ടുള്ള എല്ലാത്ത ശാഠ്യം പിടിക്കുന്ന ആളുകൾ നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം ശാഠ്യങ്ങൾ ഇപ്പോഴും സമുദായ നേതാക്കൾ തുടരണോ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. അതിൽ അഭിപ്രായം പറയാൻ ഞാനല്ല. കാരണം ഒരു വിശ്വാസ സമൂഹത്തോട് ഒരു നേതാവിനെ സംബന്ധിച്ച്
സംബന്ധിച്ച അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അത് തീർച്ചയായിട്ടും കാന്തപുരത്തിനുമുണ്ടെന്ന് അംഗീകരിക്കുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരു പൊതുസമൂഹത്തിലെത്തുമ്പോൾ ആ സമൂഹത്തിൻ്റെ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ കൂടി അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി എന്താ? ഏരിയ കമ്മിറ്റിയിൽ എത്ര വനിതാ സെക്രട്ടറിമാരുണ്ട് എന്നാണ് ചോദ്യം. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മളടക്കം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. CPM-ൽ ഇപ്പോഴും വേണ്ടത്ര വനിതാ പ്രാതിനിധ്യം ഏരിയ തലങ്ങളിലുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത് നിലവിലിരിക്കുന്ന സാമൂഹിക ഘടനയുടെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ തന്നെയാണ് പാർട്ടി ഇതിനെ കാണുന്നത്. അത് മാറണം എന്നാണ് തോമസ് ഐസക് പറഞ്ഞു, അത് മാറിയേ മതിയാകൂ. പി മോഹനൻ പറഞ്ഞു, അത് മാറിയേ മതിയാകൂ. ഇത് പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതിലൊന്നും വിയോജിപ്പില്ല. പക്ഷേ വിയോജിപ്പുള്ളത് ഒരു പൊതുവിടത്ത് സ്ത്രീയും പുരുഷനും ഇടകലർന്ന് വ്യായാമം ചെയ്യുന്നത്, അഭ്യാസമുറകൾ ചെയ്യുന്നത് ആ അർത്ഥത്തിൽ ഹറാമാണ് എന്നുള്ളതാണ്. അത് കാന്തപുരം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ ശരീരം തുറന്നു കാണിച്ചുകൊണ്ട് നടത്തുന്ന വ്യായാമം എന്നുള്ളതാണ്. അപ്പോൾ കാണിക്കുക എന്ന് പറയുന്നത്, കാണാൻ വേണ്ടിയുള്ള എന്തോ ഒന്ന് എന്നുള്ളത് സ്ത്രീയെ ഈ ഒബ്ജക്റ്റുവൽക്കരിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു കമ്മോഡിഫൈ ചെയ്യുന്നതാണ് എന്നുള്ളതാണ് പ്രശ്നം. അതിനെയാണ് യഥാർത്ഥത്തിൽ CPM എതിർത്തിരിക്കുന്നത്. അത് CPM-ൻ്റെ രാഷ്ട്രീയ ലൈനാണ്. അതിന് വെള്ളം ചേർക്കാത്ത CPM പറയുന്നു, ഇന്ദും ഗോവിന്ദൻ മാഷ് പറയുന്നു. പക്ഷേ എന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് വലിയ വിവാദമാകേണ്ട എന്ന് കരുതി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാൻ സമുദായത്തിനെതിരെയോ ഏതെങ്കിലും വ്യക്തിക്കെതിരെയോ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ പറയുന്നു. ഇതിൽ പറയേണ്ടത് EK വിഭാഗത്തിലെ നേതാവല്ലേ, മതപണ്ഡിതനല്ലേ എനിക്ക് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത് തട്ടമിടാത്ത സ്ത്രീകൾ സ്ത്രീകളാണ്. രണ്ടു കൂട്ടർക്കും ഇക്കാര്യത്തിൽ ഒരേ ഇതേ അഭിപ്രായമാണ്. അത് പക്ഷേ അവിടെയും അതാണ് ഞാൻ പറഞ്ഞത്, കൗതുകകരമാണ്. ഇതിൽ വലിയ വ്യത്യസ്തമായ നിലപാടില്ല. എന്നാൽ ഈ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്? ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് കാന്തപുരം വിഭാഗം ഒരു മതവിധി നടത്തുമ്പോൾ ലീഗ് അതിനെ അനുകൂലിക്കുകയാണ്. എന്നാൽ അതേസമയം ഞങ്ങളും ഒരു മതവിധി നടത്തി. എന്തായിരുന്നു മതവിധി? കേക്ക് മുറിക്കലാണ്. കേക്ക് മുറിക്കൽ എന്നുള്ളത് ഹറാമാണ് എന്നുള്ളതായിരുന്നല്ലോ ഒരു മതവിധി. ആ മതവിധി നടത്തിയപ്പോൾ കൊഞ്ഞനം കുത്തിയവരാണ് ഈ മതവിധി നടത്തിയപ്പോൾ അനുകൂലിക്കുന്നത് എന്ന നിലപാടാണ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്, വളരെ കൗതുകകരമായ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് സമസ്തയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യം, ഇക്വേഷൻസ് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നോക്കൂ, കാന്തപുരത്തിൻ്റെ SYS വിഭാഗമുണ്ട്. അതായത് AP വിഭാഗത്തിൻ്റെ SYS വിഭാഗം, വിദ്യാർത്ഥി സംഘടന. അതേപോലെ EK വിഭാഗത്തിനും SYS വിഭാഗമുണ്ട്. ഈ രണ്ട് വിഭാഗങ്ങളിലും കൂടുതൽ പങ്കെടുത്തിരിക്കുന്ന നേതാക്കൾ പലരും ലീഗിൽ നിന്നുള്ള നേതാക്കളാണ്. കുഞ്ഞാലിക്കുട്ടി അടക്കം അവിടെ പോയി പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പഴയതുപോലെ ലീഗിനോടുള്ള ഒരു അപ്രിയം നിലവിൽ AP വിഭാഗം വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയുന്നു, പൊന്നാനിയിലും മലപ്പുറത്തും AP വിഭാഗത്തിൻ്റെ പിന്തുണ ലീഗിന് കിട്ടിയിട്ടുണ്ട്. സമസ്തയിലെ ഒരു വിഭാഗം ഇടഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലും പൊന്നാനിയിലും മലപ്പുറത്തും വോട്ടിൻ്റെ പിന്തുണ ഉറപ്പിച്ചു കൊടുത്തത് AP വിഭാഗമാണ്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ AP ആ അർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റിംഗ് UDF-ന് അനുകൂലമായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ അത് സമസ്തയിലെ തന്നെ EK വിഭാഗത്തിന് അത്ര രുചിച്ച മട്ടുമില്ല. ഇതാണ് അതിനകത്തെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കൗതുകം. അതാണ് ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഷംസുദ്ദീൻ്റെ കാര്യത്തിൽ പാർട്ടി മണ്ണാർക്കാട് വലിയ പ്രചരണമാണ് നടത്തിയത്. ഈ AP വിഭാഗം മാത്രം പന്തല് കെട്ടിയാണ് പ്രചരണം നടത്തിയത്. പലയിടങ്ങളിലും അങ്ങനെയാണ് അവരുടെ ഒരു രീതി. പക്ഷേ ഇത്തവണ നമ്മളതൊന്നും കാണുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏറെക്കുറെ നിശബ്ദമാവുന്നു. അത് തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ചർച്ച മുന്നോട്ട് ഇതേപോലെയാണ് പോകുന്നതെങ്കിൽ ഈ കാന്തപുരം വിഭാഗം വ്യക്തമായ പൊളിറ്റിക്കൽ നിലപാടെടുക്കും. ആ വ്യക്തമായ പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് UDF-ന് അനുകൂലമായിരിക്കും. അത് ലീഗിന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് PMA സലാം ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കയറുന്നത്, ആ കാന്തപുരത്തെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടിലേക്ക് എത്തുന്നത്. അതൊരു പക്ഷേ ജെഫ്രി മുത്തുക്കോയ തങ്ങളെയും അതിനുള്ളിലുള്ള EK വിഭാഗത്തെയും അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ലീഗ് അതൊരു രാഷ്ട്രീയ സാധ്യതയായിട്ടാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും AP വിഭാഗത്തിൻ്റെ പിന്തുണ ചില മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവ് ലീഗിനുണ്ട്. പക്ഷേ CPM ഈ വിഷയത്തിൽ ആ വോട്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അനുനയ ശ്രമമാണ് പി മോഹനന്റെ ഭാഗത്ത്. പല പൊസിഷൻസും കൊടുത്തിട്ടുള്ളത് ഈ കാന്തപുരം വിഭാഗത്തിനാണ്. ഹജ്ജ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനമായ മദ്രസ ബോർഡുകളായി നേരത്തെ പറഞ്ഞതുപോലെ CPM ആണല്ലോ 1992 അല്ലേ കാന്തപുരത്തിൻ്റെ ഈ AP വിഭാഗം ഉണ്ടാകുമ്പോൾ. 89 വിഭജിക്കുന്നത്. ആ 89 വിഭജിച്ച് 92 ഉണ്ടാകുമ്പോൾ അന്ന് CPM ആണ് കാന്തപുരത്തിനോടൊപ്പം നിൽക്കുന്നത്. രാഷ്ട്രീയ അഭയം കൊടുക്കുന്നത് CPM ആണ്. ആ രാഷ്ട്രീയ അഭയത്തിൻ്റെ നന്ദി കാന്തപുരവും കാണിക്കുന്നുണ്ട്, തിരിച്ച് കാന്തപുരത്തോടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു നേതാവ് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇതൊരു ബോഡി വേസ്റ്റ് ആണ്. ആരാണ്? പ്രവാചകൻ്റെ തിരുക്കേശമായിട്ട് അബുദാബിയിലെ വ്യക്തിക്ക് കിട്ടിയ ഒരു
തിരുക്കേശവും നഖവും ഉണ്ടെന്നു അല്ലേ? തിരുക്കേശം കൊണ്ടുവരുന്ന സമയത്ത് അത് മർക്കസിൽ അതിനുവേണ്ടി ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ട് ഫണ്ട് സ്വീകരിക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് ഇടുത്തി പോലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നഖവും മുടിയുമെല്ലാം മുടിയാണ്. അപ്പോൾ പറഞ്ഞു മുടി നഖമൊക്കെ ബോഡി വേസ്റ്റ് ആണ്, മുടിയാണ് കൊണ്ടുവരുന്നത്, അപ്പം മുടിയും നഖവും എല്ലാം ബോഡി വേസ്റ്റ് ആണ് എന്ന നിലപാടിലേക്ക് എത്തുകയാണ്. പക്ഷെ അന്ന് ആ സമയത്ത് കാന്തപുരത്തിലെ ഒരു വിഭാഗം പ്രതിഷേധിച്ചെങ്കിലും അത് പിന്നീട് ഒരു രാഷ്ട്രീയ ഭിന്നതയായിട്ട് മാറുന്നില്ല. അത് പാർട്ടിയുടെ നിലപാടായിട്ട് കാന്തപുരത്തിന്റെ നിലപാടായിട്ട് പാർട്ടിയും അംഗീകരിക്കുന്നു. ആ നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതേ നിലപാട് തന്നെയായിരിക്കും നിൽക്കുക. പക്ഷേ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് ആ അർത്ഥത്തിൽ ഗുണകരമാകാൻ പോകുന്നത് ലീഗിനായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ ഒരു സാധ്യത ലീഗ് കാണുന്നുണ്ട്. അതാണ് ലീഗ് ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. PM എ സലാമിൻ്റെ പെട്ടെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും അത് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ AP വിഭാഗത്തിൻ്റെ SYS പരിപാടികളിൽ ലീഗ് നേതാക്കൾ പങ്കെടുക്കുന്നതും ഇതോടുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇക്വേഷൻസിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇനി ഒരു ഇടവേള. Meet the editors.